നമസ്കാരം, ശ്രീജറായാണ്. ഇന്ന് ഈ ഏപ്രിൽ 9 കേരളത്തിന്റെ ഭരണം ആര് നിശ്ചയിക്കണമെന്ന് നമ്മളൊക്കെ തീരുമാനിക്കുന്ന ദിവസം. ഉം. നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും BJP-യെ താറടിച്ച് കാണിക്കാനുള്ള ഓരോ വാർത്തകൾ ഇവിടെ കൊണ്ടുവരാൻ നേരത്ത് പല വാർത്തകളും പൊളിഞ്ഞ് പാളീസാകുമ്പോഴും എന്തെങ്കിലും കിട്ടാൻ നേരത്ത് അന്ന് ഇന്നലെ കണ്ട് ശോഭാ സുരേന്ദ്രനെ മറ്റേ കാക്കക്കൂട്ടങ്ങളെ ആക്രമിക്കണ പോലെയാണ് ഈ മാധ്യമപ്പടകൾ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പൈസ വാങ്ങിയെന്ന് പറയണ അവരാ ആ സ്ത്രീ വരെ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതുവരെ ആ പൈസ കൊടുത്തത് ആരാണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാൻ പറ്റാഞ്ഞിട്ടും ആ പൈസ കൊടുത്തെന്ന് പറഞ്ഞ സ്ത്രീ ആ കാറിന്റെ അടുത്തോട്ട് പോണതല്ലാണ്ട് ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറുന്ന ഒരു വീഡിയോ എടുക്കാനോ ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ മുഖം ഒന്നും എടുക്കാനോ ഈ പറഞ്ഞ കോൺഗ്രസ് ആയിരിക്കോ മാധ്യമങ്ങൾക്കോ സാധിച്ചിട്ടില്ല. എന്നിട്ട് കാറിനുള്ളിലെ സ്ത്രീയുടെ പടം വെച്ചിട്ടൊക്കെ ചർച്ചകൾ നടത്തണേണ്. ഏതായാലും അത് കേസായിട്ട് കിടക്കണല്ലേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ട് തിരഞ്ഞെടുത്ത് അത് ശിക്ഷ കൊടുക്കണമെങ്കിൽ ശിക്ഷിച്ചോളൂ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണ്ടായിരുന്നു, നിങ്ങൾ ഈ ആക്രമണം നടത്തിയില്ലേ, ഇതേ പാലക്കാട്ടിലെ കോൺഗ്രസിലെ മറ്റൊരു സ്ഥാനാർത്ഥിയായ പിഷാരടി ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക, കോൺഗ്രസ്സുകാരൻ പീഡിപ്പിച്ച കാര്യം ചോദിച്ചപ്പോ അതൊക്കെ വ്യക്തിപരമല്ലേ എന്ന് ചോദിക്കാൻ നേരത്ത് എന്താണ് നിങ്ങളുടെ നാവ് അവിടെ ഇല്ലാണ്ടായി പോയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അവിടെ സ്ത്രീകൾ ഉണ്ടായാല ഒരു ചോദ്യം ഇന്നലെ ശോഭാ സുരേന്ദ്രനോട് ചോദിച്ച പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുക ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അജണ്ടകളുണ്ട് മാധ്യമങ്ങൾക്ക്. ആ അജണ്ടകൾക്ക് അനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയമോ ഇവിടുത്തെ ഭരണമൊന്നും മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ മാധ്യമങ്ങളല്ല ഇവിടെ ആര് ഭരിക്കണം എന്നുള്ള അജണ്ട സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടുത്തെ നാട്ടുകാരാണ്. ആ നാട്ടുകാർക്ക് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ ഉറച്ചു പറയാണ്, ഇത്തവണ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കും. നിങ്ങൾ എത്ര അധിക്ഷേപിച്ച് എത്ര എന്ത് കാണിച്ചാലും പാലക്കാടും പല സ്ഥലങ്ങളിലും ഇത്തവണ BJP ജയിക്കും, സംശയമില്ല. ആ BJP ജയിക്കണമെന്ന് പ്രാർത്ഥനയോട് തന്നെയാണ് ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തിൽ പോകാൻ പോണാണ്. ഇവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കുന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോ വോട്ടും ഇവിടത്തെ ഈ നാട് നശിപ്പിച്ച ഇരുമുന്നണികൾക്ക് കൊടുക്കാണ്ട് BJP-ക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് അഭ്യർത്ഥന. നിങ്ങളൊക്കെ വിചാരിക്കാത്ത മുന്നേറ്റം ഇത്തവണ BJP-ക്ക് ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് അപമാനിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചാലും BJP ഉയർന്നു വരുള്ളൂ മക്കളെ. ശരി.